സംഘർഷത്തിനിടെ ഷാഫി പറമ്പിൽ എംപിക്ക് മർദ്ദനമേൽക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ലാത്തി ചാർജിലല്ല എംപിക്ക് പരിക്കേറ്റതെന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം. ഇന്നലെ നടന്നത് സാധാരണ സമാധാനത്തിലുള്ള ഒരു പ്രതിഷേധ പ്രകടനമായിരുന്നുവെന്ന് DCC പ്രസിഡന്റ് K പ്രവീൺ കുമാർ പറഞ്ഞു. ഇതിനു തൊട്ടു മുമ്പുള്ള ദിവസം നടത്തിയ പ്രകടനം പോലീസ് തടയുകയായിരുന്നു. പേരമ്പ്ര CKG കോളേജിൽ വർഷങ്ങൾക്കു ശേഷം KSU ജയിച്ചിട്ട് നടന്ന ആഹ്ലാദ പ്രകടനമായിരുന്നു. ആ പ്രകടനത്തിന് നേരെ പോലീസ് നോക്കി നിൽക്കെ CPIM ആക്രമിക്കുകയും പോലീസ് വന്ന് പ്രകടനം തടയുകയുമായിരുന്നു. നിരവധി ആളുകൾക്ക് പരിക്കേറ്റു. ഈ സാഹചര്യത്തിലാണ് പേരമ്പ്രയിൽ ഇന്നലെ പ്രാദേശിക ഹർത്താൽ പ്രഖ്യാപിച്ചത്. പോലീസിന്റെ അനുമതിയോടെയാണ് പ്രകടനം തീരുമാനിച്ചത്. 5 മണിക്കാണ് തീരുമാനിച്ചിരുന്നത്. അപ്പോൾ പറഞ്ഞു CPIMന്റെ പ്രകടനമുണ്ടെന്ന്. അങ്ങനെ 6 മണിക്ക് നടത്താൻ തീരുമാനിച്ചു. LDFന്റെ പ്രകടനത്തിന് പേരമ്പ്ര ടൗണിലൂടെ സഞ്ചരിക്കാൻ എസ്കോർട്ട് കൊടുത്ത പോലീസിനെ UDFന്റെ പ്രകടനം വഴിയിൽ തടയുകയായിരുന്നു. അപ്പുറത്ത് 50 CPMക്കാർ നിൽപ്പുണ്ട്. അവരുടെ കയ്യിൽ ആയുധമുണ്ട് എന്നാണ് പോലീസ് പറഞ്ഞത്. സ്വാഭാവികമായും പ്രവർത്തകർ പ്രകോപിതരായി. അവർ റോഡിലിരുന്നു. ഞാനും ഷാഫി പറമ്പിലും ആ പരിപാടിയിൽ പങ്കെടുക്കേണ്ടവരായിരുന്നില്ല. വിവരമറിഞ്ഞ് അവിടെ എത്തി പ്രവർത്തകരെ സമാധാനിപ്പിക്കാനായിരുന്നു ഞാനും ഷാഫിയും ശ്രമിച്ചത്. അതിനിടയിലാണ് പോലീസിന്റെ അതിക്രമമെന്നും പ്രവീൺ കുമാർ വിശദീകരിച്ചു. 4 തവണയാണ് ഷാഫിയെ തല്ലിയതെന്നും ആദ്യം തലയ്ക്കും 3 തവണ മൂക്കിലുമാണ് മർദ്ദനമേറ്റത്. രക്തം വന്നിട്ടും തല്ലുകയായിരുന്നു. എന്നിട്ടും പറയുകയാണ് പോലീസല്ല തല്ലിയതെന്ന്. ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ സർജറി കഴിഞ്ഞ് ICUവിൽ കിടക്കുകയാണ് ഷാഫിയെന്നും അദ്ദേഹം വിശദീകരിച്ചു. സംഘർഷത്തിൽ ഷാഫി പറമ്പിൽ എംപിക്കെതിരെ കേസ്. പോലീസിനെ അതിക്രമിക്കാൻ ശ്രമിച്ചതിനും കലാപശ്രമത്തിനുമാണ് കേസെടുത്തിരിക്കുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്ന് യാതൊരു പ്രകോപനവും ഉണ്ടായിട്ടില്ലെന്നാണ് പോലീസിന്റെ വാദം. ഷാഫി പറമ്പിൽ, DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ എന്നിവരുൾപ്പെടെയുള്ളവർക്കെതിരെയാണ് കേസ്. ഇവർക്ക് പുറമെ 692 പേർക്കെതിരെയും നിലവിൽ കേസെടുത്തിട്ടുണ്ട്. സംഘർഷത്തിൽ പരിക്കേറ്റ ഷാഫി പറമ്പിൽ ചികിത്സയിൽ തുടരുകയാണ്. മൂക്കിന്റെ 2 ഭാഗങ്ങളിൽ പൊട്ടലേറ്റ് എംപിയുടെ ശസ്ത്രക്രിയ ഇന്ന് പുലർച്ചെ പൂർത്തിയായി. നിലവിൽ ICUവിൽ തുടരുകയാണ്.